നമസ്കാരം, ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം തലക്കെട്ടുകൾ. മീഡിയ ടൈം വാർത്തയിൽ അധികൃതരുടെ ഇടപെടൽ. ആഴ്ചകളായി കുടിവെള്ളം ലഭിക്കാതെ ദുരിതത്തിലായിരുന്ന പുത്തഞ്ചിറയിലെ 4 കുടുംബങ്ങൾക്ക് വെള്ളം എത്തിക്കാൻ പഞ്ചായത്ത് തീരുമാനം. ചാലക്കുടിയിലെ ചിറങ്ങര അടിപ്പാത നിർമ്മാണം വീണ്ടും വിവാദക്കുരുക്കിൽ. ബേസ്മെന്റ് കോൺക്രീറ്റിംഗിനായി ആഴ്ചകളെടുത്ത് കെട്ടിയ കമ്പികളെല്ലാം കഴിഞ്ഞ ദിവസം അഴിച്ചുമാറ്റി. ഏഴാറ്റുമുഖം ഗണപതിയെ കൊണ്ട് പൊറുതിമുട്ടി മലയോര കർഷകർ. കൃഷി നശിപ്പിക്കലും പകൽ റോഡിലിറങ്ങിയുള്ള നടപ്പും നാടിനെ ഭീതിയിലാക്കുന്നു. വാർത്തകൾ വിശദമായി. രൂക്ഷമായ കുടിവെള്ളക്ഷാമത്തിൽ 4 കുടുംബങ്ങൾ കഴിയുന്നുവെന്ന മീഡിയ ടൈം വാർത്തയിൽ അധികൃതരുടെ ഇടപെടൽ. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന് സമീപമുള്ള വീട്ടുകാരാണ് ആഴ്ചകളായി കുടിവെള്ളം ലഭിക്കാതെ ദുരിതത്തിലായിരുന്നത്. ഈ വിഷയത്തിൽ മീഡിയ ടൈം നൽകിയ വാർത്തയെ തുടർന്ന് പഞ്ചായത്ത് പ്രശ്നത്തിലിടപെട്ടു. മീഡിയ ടൈം ഇംപാക്ട്. മന്ത്രി ഉൾപ്പെടെയുള്ള അധികാരികൾക്ക് പരാതി നൽകിയിട്ടും തങ്ങളുടെ കുടിവെള്ള പ്രശ്നത്തിന് മാസങ്ങളായി ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ലെന്നാണ് പുത്തഞ്ചിറയിലെ കുടിവെള്ളക്ഷാമം നേരിട്ട വീട്ടുകാരുടെ പരാതി. പഞ്ചായത്തിലെ കൃഷിഭവന് സമീപം താമസിക്കുന്ന മഞ്ഞന റംല, നടുമുറി മണി, പണ്ടാരി സജീവൻ, നടുമുറി സനിൽ എന്നിവരുടെ കുടുംബങ്ങളാണ് കുടിവെള്ളം ലഭിക്കാതെ ബുദ്ധിമുട്ടുന്നത്. ക്യാൻസർ രോഗിയായ മഞ്ഞന അബ്ദുൾ ഖാദർ ഭാര്യ റംല മാസങ്ങൾക്ക് മുൻപ് അദാലത്തിൽ മന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയെങ്കിലും നാളിതുവരെയായി നടപടികളൊന്നുമായില്ലെന്ന് പറയുന്നു. ഇവരുടെ കിണർ വറ്റി വരണ്ടു കിടക്കുകയാണ്. പണ്ടാരിൽ സജീവന് കിണർ പോലുമില്ല. 4 കുടുംബങ്ങൾക്കും വഴിത്തർക്ക പ്രശ്നം മൂലം കുടിവെള്ള കണക്ഷൻ എടുക്കാനും കഴിയുന്നില്ലെന്നാണ് വീട്ടുകാർ പറയുന്നത്. സഹികെട്ട വീട്ടുകാർ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി തങ്ങൾക്ക് അനുകൂലമായ നടപടിക്കായി കാത്തിരിക്കുകയാണെന്ന് മീഡിയ ടൈം വാർത്ത നൽകിയിരുന്നു. ഇതേ തുടർന്ന് പഞ്ചായത്ത് പ്രശ്നത്തിൽ ഇടപെട്ടു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പരാതിക്കാരെയും മറ്റും വിളിച്ചുവരുത്തി കുടിവെള്ള വിതരണം നടത്താൻ പൈപ്പ് സ്ഥാപിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾക്ക് ബന്ധപ്പെട്ടവരെ ചുമതലപ്പെടുത്തി. തുടർ നടപടികൾക്ക് കൊടുങ്ങല്ലൂർ മുൻസിഫ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാനും ധാരണയായിട്ടുണ്ട്. മീഡിയ ടൈം മാള. ചാലക്കുടിയിലെ ചിറങ്ങര അടിപ്പാത നിർമ്മാണം വീണ്ടും വിവാദക്കുരുക്കിൽ. ബേസ്മെന്റ് കോൺക്രീറ്റിംഗിനായി ആഴ്ചകളെടുത്ത് കെട്ടിയ കമ്പികളെല്ലാം കഴിഞ്ഞ ദിവസം അഴിച്ചുമാറ്റി. കമ്പികൾ പാകിയത് അശാസ്ത്രീയമാണെന്ന എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ റിപ്പോർട്ടിങ്ങിനെ തുടർന്നാണ് കെട്ടിയ കമ്പികൾ അഴിപ്പിച്ചത്. രൂക്ഷമായ ഗതാഗതക്കുരുക്കിനെ തുടർന്ന് ചാലക്കുടിയിൽ യാത്രക്കാർ ദുരിതത്തിൽ. ചിറങ്ങരയിലെ അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി അങ്കമാലി ഭാഗത്തേക്കുള്ള റോഡിലെ ബേസ്മെന്റ് പ്രവൃത്തികൾ പൊളിപ്പിച്ചതാണ് ഗതാഗതക്കുരുക്കിന് ഇടയാക്കിയിട്ടുള്ളത്. തൃശൂർ ഭാഗത്തേക്കുള്ള മറുഭാഗം റോഡിൽ നേരത്തെ കോൺക്രീറ്റിംഗ് പൂർത്തിയാക്കിയിരുന്നു. തുടർന്നാണ് അങ്കമാലി ഭാഗത്തേക്കുള്ള റോഡിൽ പ്രവൃത്തികൾ ആരംഭിച്ചത്. ആഴ്ചകളെടുത്താണ് ഇവിടെ ഇരുമ്പ് കമ്പികൾ പാകുന്ന പ്രവൃത്തികൾ പൂർത്തീകരിച്ചത്. ഈ സമയത്തൊന്നും പ്രവൃത്തികൾ പരിശോധിക്കാനോ ആവശ്യമായ നിർദ്ദേശം കൊടുക്കാനോ എഞ്ചിനീയറിംഗ് സംഘം എത്തിയിരുന്നില്ല. തൊഴിലാളികൾ അവരുടെ യുക്തിക്കനുസരിച്ചാണ് പ്രവൃത്തികൾ നടത്തിയതെന്നാണ് ആക്ഷേപമുയരുന്നത്. കഴിഞ്ഞ ദിവസം എഞ്ചിനീയറിംഗ് സംഘം സ്ഥലത്തെത്തി. അപ്പോഴാണ് നിർമ്മാണത്തിലെ അപാകത ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്നാണ് കമ്പികൾ അഴിച്ചുമാറ്റാൻ നിർദ്ദേശം നൽകിയത്. ഈ സാഹചര്യത്തിൽ മറുഭാഗത്ത് നടത്തിയ കോൺക്രീറ്റിംഗിലും അപാകത വന്നിട്ടുണ്ടോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. നിർമ്മാണത്തിലിരിക്കുന്ന അടിപ്പാതയ്ക്ക് സമീപത്തെ ക്ഷേത്രക്കുളത്തിനരികിൽ സംരക്ഷണ ഭിത്തി ഒരുക്കിയിട്ടില്ല. കുളത്തിന് സംരക്ഷണ ഭിത്തി കെട്ടി സർവീസ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചതിനു ശേഷമേ അടിപ്പാത നിർമ്മാണം തുടങ്ങാവൂ എന്നായിരുന്നു നിർദ്ദേശം. എന്നാൽ ഇതുവരെയും സംരക്ഷണ ഭിത്തി ഒരുക്കിയിട്ടില്ല. ദേശീയപാതയിലൂടെ പോകുന്ന വാഹനങ്ങൾ അല്പമൊന്ന് തെന്നിമാറിയാൽ ക്ഷേത്രക്കുളത്തിലേക്കായിരിക്കും ചെന്നു പതിക്കുക. സർവീസ് റോഡുകൾക്ക് സമീപം കാനകൾക്ക് മുകളിൽ സ്ഥാപിച്ച സ്ലാബുകൾ വാഹനങ്ങൾ കയറിയതോടെ പല ഭാഗത്തും ഒടിഞ്ഞു വീണിരുന്നു. ഇരുചക്ര വാഹനങ്ങൾ വരെ സ്ലാബ് ഒടിഞ്ഞ് കാനയിൽ വീണു. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് സ്ലാബുകൾ മാറ്റി സ്ഥാപിക്കുകയും ചെയ്തു. ഇതിനിടെയാണ് അടിപ്പാതയ്ക്കടിയിലെ കോൺക്രീറ്റിംഗിൽ അപാകത സംഭവിച്ചത്. മീഡിയ ടൈം ചാലക്കുടി. ഏഴാറ്റുമുഖം ഗണപതിയെ കൊണ്ട് പൊറുതിമുട്ടി മലയോര കർഷകർ. 2 ആഴ്ചയിലധികമായി അതിരപ്പിള്ളി, പരിയാരം, കോടശ്ശേരി പഞ്ചായത്തിലെ കൃഷിയിടങ്ങളിൽ രാത്രിയും പകലുമില്ലാതെ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഏഴാറ്റുമുഖം ഗണപതി എന്ന് ഓമനപ്പേരുള്ള ഒറ്റയാനാണ് ഗ്രാമവാസികളുടെ ഉറക്കം കെടുത്തുന്നത്. കാർഷിക വിളകളായ വാഴ, തെങ്ങ് മുതലായവ നശിപ്പിക്കുന്നത് ആനയുടെ വിശപ്പ് തീർക്കുന്നതിന് വേണ്ടിയാണെങ്കിലും പകൽ സമയം റോഡിലൂടെയുള്ള സഞ്ചാരം അമ്മമാരെയും കുട്ടികളെയും ഭയചകിതരാക്കുന്നു.
വളരെ ചെറിയ കൊമ്പുള്ള ഈ ഒറ്റയാൻ രാത്രി എവിടെയാണ് തമ്പടിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെന്നും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് ബാധ്യതയായി മാറിയെന്നും വനംവകുപ്പ് അധികൃതർ പറയുന്നു. ഏഴാറ്റുമുഖം മുന്നൂർപ്പിള്ളി പ്ലാന്റേഷൻ, വെറ്റിലപ്പാറ, ചിക്ലായി, തുമ്പൂർമുഴി, കോട്ടാമല, മോതിരക്കണ്ണി, പീലാർമുഴി, വെട്ടിക്കുഴി, ചൂളക്കടവ്, രണ്ടുകൈ, വാരൻകുഴി, കോർമല, കരിക്കാട്ടോളി, വെള്ളിക്കുളങ്ങര, ചൊക്കന, പാലപ്പിള്ളി വരെ സ്ഥിരം വഴിത്താരയിലൂടെ ആന മാറി മാറി സഞ്ചരിച്ച് കൃഷി നശിപ്പിക്കുന്നത് ഗണപതിക്ക് കൗതുകമായി മാറിയെന്നാണ് നാട്ടുകാർ പറയുന്നത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും നിരന്തരം ഭീഷണിയായി മാറിയിരിക്കുന്ന ഈ ആനയെ പിടികൂടി കൊടും വനത്തിൽ കൊണ്ടുവിട്ട് മനുഷ്യജീവനും സ്വത്തിനും സംരക്ഷണം നൽകുവാൻ നടപടി സ്വീകരിക്കണമെന്ന് പരിയാരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് MT ഡേവിസ്, ജനറൽ സെക്രട്ടറി KM ജോസ് എന്നിവർ ചാലക്കുടി DFO M വെങ്കടേശ്വരന് നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. മീഡിയ ടൈം, ചാലക്കുടി. ചമയനിറവിൽ ആറാട്ടുപുഴ ക്ഷേത്രം. പൂരത്തിന്റെ ആതിഥേയനായ ആറാട്ടുപുഴ ശാസ്താവിന്റെ എഴുന്നള്ളിപ്പുകൾക്ക് ആവശ്യമായ ചമയങ്ങൾ ഭക്തർ സമർപ്പിച്ചു. പ്രദർശനവും ആരംഭിച്ചു. പുഷ്പദീപങ്ങളാൽ അലങ്കൃതമായ ശാസ്താവിന്റെ തിരുനടയിൽ വൈകുന്നേരം 5 മുതലാണ് ചമയങ്ങൾ സമർപ്പിച്ചു തുടങ്ങിയത്. വിവിധ വലിപ്പത്തിലുള്ള കോലങ്ങൾ, പട്ടുകുടകൾ, ചൂരപ്പൊളി നെറ്റിപ്പട്ടങ്ങൾ, വക്കകൾ, മണിക്കൂട്ടങ്ങൾ, ആലവട്ടം, ചാമരം, തിരുവുടയാട, ഓണപ്പുടവകൾ, നെയ്യ്, കൈപ്പന്തത്തിനു വേണ്ടതായ വെളിച്ചെണ്ണ, എള്ളെണ്ണ, മറ്റു ദ്രവ്യങ്ങൾ എന്നിവയാണ് ശാസ്താവിന് സമർപ്പിച്ചത്. കുടയുടെ ഒറ്റൽ പെരുമ്പിള്ളിശ്ശേരി സ്മിതേഷ് ശശിധരനാണ് നിർമ്മിച്ചത്. സ്വർണം മുക്കൽ ചേർപ്പ് KA ജോസും, തുന്നൽ തൃശൂർ VN പുരുഷോത്തമനും, മണിക്കൂട്ടം മിനുക്കിയതിൽ പെരിങ്ങാവ് ഗോൾഡിയുടെ രാജനും, വിവിധ തരം വിളക്കുകൾ, കൈപ്പന്തത്തിന്റെ നാഴികൾ എന്നിവ പോളിഷിങ്ങിൽ ഇരിങ്ങാലക്കുട ബെൽവിക്സ് എന്ന സഹകരണ സ്ഥാപനവും ചുമതലക്കാരായിരുന്നു. ആലവട്ടം, ചാമരം എന്നിവ കുറ്റുമുക്ക് ചാത്തനാത്ത് രാംകുമാറാണ് ഒരുക്കിയത്. മീഡിയ ടൈം, ഇരിങ്ങാലക്കുട. അന്നമനട ഗ്രാമപഞ്ചായത്ത് CDS വാർഷികം ആഘോഷിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകളുടെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു സംസ്ഥാന സർക്കാർ സംരംഭമാണ്. 1998 ഈ സംരംഭം ആരംഭിച്ചത്. ഇത് കുടുംബങ്ങളുടെ സാമൂഹിക സാമ്പത്തിക ഉന്നമനത്തിനാണ് ലക്ഷ്യമിടുന്നത്. നമുക്കറിയാം, 3 തലങ്ങളിലൂടെ കൂട്ടായ്മകളിലൂടെയാണ് കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ താഴെ തട്ടിലെത്തിയിരിക്കുന്നത്. അയൽക്കൂട്ടം, CDS, ADS. പിന്നെ നമ്മുടെ കുടുംബശ്രീ ഇന്ന് കേരളത്തിൽ വലിയൊരു സംരംഭമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്ത്രീകളുടെ ഉന്നമനമാണ് ഇതിന് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. നമുക്കറിയാം, പല സംസ്ഥാനങ്ങളും രാജ്യങ്ങളും കുടുംബശ്രീയെ മാതൃകയാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാ CDS, ADSും അംഗങ്ങൾക്കും എല്ലാവിധ ആശംസകൾ അറിയിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് അധ്യക്ഷത വഹിച്ചു. OC രവി, സിന്ധു ജയൻ, KK രവി നമ്പൂതിരി, TK സതീശൻ, KA ബൈജു, TV സുരേഷ് കുമാർ, ലയ അരവിന്ദൻ, ജോബി ശിവൻ തുടങ്ങിയവർ സംസാരിച്ചു. SSLC വിശേഷങ്ങളുമായി സ്കൂൾ വിദ്യാർത്ഥികൾ കളക്ടറെ കാണാനെത്തി. വിദ്യാർത്ഥികൾ വിവിധ വിഷയങ്ങൾ കളക്ടറുമായി സംസാരിച്ചു. തൃശൂർ കളക്ടറുടെ ചേംബറിൽ നടന്ന മുഖാമുഖത്തിൽ 21 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ജില്ലയിലെ വിവിധ മേഖലയിലുള്ളവരുമായി സംവദിക്കുന്നതിനായി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നടത്തുന്ന മുഖാമുഖം മീറ്റ് ദി കളക്ടർ പരിപാടിയുടെ 30ാം അധ്യായത്തിൽ SSLC പരീക്ഷാ വിശേഷങ്ങളുമായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പീച്ചിയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളും അധ്യാപകരും അതിഥികളായെത്തി. വിദ്യാർത്ഥികൾ വിവിധ വിഷയങ്ങൾ കളക്ടറുമായി സംസാരിച്ചു. ജില്ലാ കളക്ടർ കുട്ടികളോട് കഴിഞ്ഞ SSLC പരീക്ഷയെക്കുറിച്ചും അവരുടെ പരീക്ഷാ അനുഭവങ്ങളെക്കുറിച്ചും ചോദിച്ചറിഞ്ഞു. ഫിസിക്സ്, സാമൂഹിക ശാസ്ത്ര പരീക്ഷകൾ അല്പം കഠിനമായിരുന്നുവെങ്കിലും ഭാഷാ വിഷയങ്ങൾ പൊതുവെ എളുപ്പമായിരുന്നുവെന്ന് കുട്ടികൾ കളക്ടറോട് പറഞ്ഞു. പരീക്ഷാ സമ്മർദ്ദങ്ങളെല്ലാം മാറി വേനലവധി ഫലപ്രദമായി ഉപയോഗിക്കുമെന്നും കുട്ടികൾ പറഞ്ഞു. വിദ്യാർത്ഥികളുടെ തുടർ പഠന ലക്ഷ്യങ്ങളും സിവിൽ സർവീസ് പരീക്ഷാ തയ്യാറെടുപ്പിനെക്കുറിച്ചും കളക്ടറോട് ചോദിച്ചറിഞ്ഞു. തൃശൂർ ജില്ലാ കളക്ടറായി സേവനമനുഷ്ഠിക്കുമ്പോഴുള്ള അനുഭവങ്ങളും ജില്ലയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും കുട്ടികൾക്ക് പറഞ്ഞുകൊടുത്തു. ജില്ലാ കളക്ടറുടെ സിവിൽ സർവീസ് പരിശീലനാനുഭവങ്ങൾ, കിളിമഞ്ചാരോ എൽബ്രസ് പർവ്വതാരോഹണാനുഭവങ്ങളും കുട്ടികൾക്ക് അറിയാൻ താൽപ്പര്യമുണ്ടായിരുന്നു. സ്കൂളിൽ കായിക പരിശീലനത്തിനായുള്ള സൗകര്യങ്ങൾ അപര്യാപ്തമാണെന്നും സ്കൂളിലെ കായിക ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ മറ്റ് ആവശ്യങ്ങളെക്കുറിച്ചും വിദ്യാർത്ഥികളും അധ്യാപകരും ജില്ലാ കളക്ടറെ അറിയിച്ചു.
പരിപാടിയിൽ സൂര്യനന്ദന എന്ന വിദ്യാർത്ഥിനി താൻ സ്വയം നിർമ്മിച്ച നെറ്റിപ്പട്ടം കളക്ടർക്ക് കൈമാറി. വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും കളക്ടർ വിതരണം ചെയ്തു. ജില്ലാ കളക്ടറുടെ ചേംബറിൽ നടന്ന മുഖാമുഖത്തിൽ 21 വിദ്യാർത്ഥികളോടൊപ്പം അധ്യാപികമാരായ സി രേഖ രവീന്ദ്രൻ, ജോയ്സി റോജ, MS സജിത, KR രതുല്യ എന്നിവരും പങ്കെടുത്തു. മീഡിയ ടൈം തൃശൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. മീഡിയ ടൈം വാർത്തയിൽ അധികൃതരുടെ ഇടപെടൽ. ആഴ്ചകളായി കുടിവെള്ളം ലഭിക്കാതെ ദുരിതത്തിലായിരുന്ന പുത്തഞ്ചിറയിലെ 4 കുടുംബങ്ങൾക്ക് വെള്ളം എത്തിക്കാൻ പഞ്ചായത്ത് തീരുമാനം. ചാലക്കുടിയിലെ ചിറങ്ങര അടിപ്പാത നിർമ്മാണം വീണ്ടും വിവാദക്കുരുക്കിൽ. ബേസ്മെന്റ് കോൺക്രീറ്റിംഗിനായി ആഴ്ചകളെടുത്ത് കെട്ടിയ കമ്പികളെല്ലാം കഴിഞ്ഞ ദിവസം അഴിച്ചുമാറ്റി. ഏഴാറ്റുമുഖം ഗണപതിയെ കൊണ്ട് പൊറുതിമുട്ടി മലയോര കർഷകർ. കൃഷി നശിപ്പിക്കലും പകൽ റോഡിലിറങ്ങിയുള്ള നടപ്പും നാടിനെ ഭീതിയിലാക്കുന്നു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.